ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട പഫ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് മുന്നേ ഞാനൊരു വ്ളോഗ് ഇട്ടീനി. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടേനി പഫ്സ് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയിന്ന്. അതിനുശേഷം ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ നമുക്ക് നല്ലൊരു സക്സസ് ആവുന്ന റെസിപ്പി കിട്ടിയിട്ടുണ്ട്. ഈസിയാണ്, നമ്മൾ എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും സക്സസ് ആവും. അതാണ് ഈ റെസിപ്പിൻ്റെ പ്രത്യേകത. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അതായത് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിലേക്കൊക്കെ വെക്കുന്നുണ്ട്. ആ ഒരു റെസ്റ്റിംഗ് ടൈം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. ഈ പഫ്സ് പേസ്ട്രി ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ആഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പം പഫ്സ് കഴിക്കാൻ ആഗ്രഹം വരുന്നോ അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് പഫ്സ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് പഫ്സ് പേസ്ട്രി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മൈദപ്പൊടിൻ്റെ ഗ്രാം അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 250 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. അതിനുശേഷം 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് അതും കൂടെ ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ പൊറാട്ടക്കൊക്കെ കുഴക്കൂലേ, അതുപോലെ കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ കൈകൊണ്ട് കുഴക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറോ അല്ലെങ്കിൽ ആട്ടാനീട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് കുഴച്ചാൽ മതി. വെള്ളത്തിൻ്റെ അളവ് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അത്രയൊക്കെ തന്നെ വേണ്ടി വരുള്ളൂ, കൂടുതലൊന്നും ആവശ്യമില്ല. പിന്നെ ഈ മാവ് വല്ലാതെ ലൂസാവാനും പാടില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാവ് ഞാൻ നല്ലോണം കുഴച്ചെടുത്തേണ്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിന് കേട്ടോ. ഒരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. എന്നിട്ടത് ഇതുപോലെ സ്റ്റിക്കി ആയിട്ട് വരും. അപ്പോൾ നമ്മളത് ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. പിന്നെ അത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ കുഴച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം കുഴച്ചെടുത്തേണ്. ഇനി നമുക്കിത് 2 ബോൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരെണ്ണം മാത്രമാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പറ്റും, പക്ഷെ അത് ഭയങ്കര പണിയാവും നമുക്ക്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ആക്കിയിട്ടുള്ളത്. ഇനി അത് പൊടി തട്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, മടക്കി വെക്കുമ്പം നല്ല സുഖമാവും. ഇനി ഇത് നമ്മൾ ലെയർ ചെയ്ത് മടക്കി വെക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെയാണ് പരത്തിയെടുക്കേണ്ടത്, കുറച്ചൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ. നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ അത്ര കനം കുറച്ചാൽ മതി, വല്ലാതെ കട്ടി കുറയ്ക്കേണ്ട. വല്ലാതെ കട്ടി കുറച്ച് കഴിഞ്ഞാൽ നമ്മളിത് ലെയർ ആക്കുമ്പം കുറച്ച് പ്രശ്നമാവും. അപ്പോൾ ചപ്പാത്തിൻ്റെ കട്ടിയിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് ബട്ടർ വേണം. ഈ മൊത്തം മാവിനും 125 ഗ്രാം ബട്ടറാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം കേട്ടോ എടുക്കാൻ. കുറച്ച് സമയം പുറത്ത് വെച്ച് ബട്ടർ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പരത്തി വെച്ചിട്ടുള്ളതിൻ്റെ മേലെയായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കണം. അതിന് ശേഷം ഇങ്ങനെ 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക. പിന്നെ ഈ ഭാഗത്തായിട്ടും നമ്മൾ കുറച്ച് ബട്ടർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പഫ്സിൽ നല്ല പോലെ ലെയേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി വെക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടെ ബട്ടർ ആക്കി കൊടുത്തേണ്. എന്നിട്ട് ഇത്തിരി മൈദപ്പൊടിയും കൂടെ തൂവി കൊടുത്തേണ്. ഇനി ഇത് 2 സൈഡിൽ നിന്ന് എടുത്തിട്ട് നടുവിലേക്ക് ഇതുപോലെ കൊണ്ടുവരിക. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യമാണ് ഇത് മടക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. താഴെ വെച്ചാൽ മതി, ഫ്രീസറിലല്ല, താഴെ ആണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് വെക്കുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ടൈറ്റായിട്ട് വേണേ മടക്കാൻ. അപ്പോൾ അതവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ പരത്തിയെടുക്കുകയാണ് നമ്മുടെ 2ാമത്തെ പഫ്സിനുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് 8 പഫ്സാണ് കേട്ടോ കിട്ടുക. അതിൻ്റെ ഒരു അളവാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അങ്ങനെ ഞാൻ ഇതും റെക്റ്റാങ്കിളാക്കി പരത്തി ബട്ടർ തേച്ച് പിന്നെ പൊടി ഇട്ടിട്ട് മടക്കി മടക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്യുമ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങളെടുത്ത് ഈ റാപ്പ് ചെയ്യുന്ന സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഓയിലിൻ്റെ ഒക്കെ കവർ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താലും മതിയാവും. പക്ഷേ നല്ല ടൈറ്റായിട്ട് എയർ ഒന്നും കടക്കാത്ത രീതിയിൽ വേണം കവർ ചെയ്തെടുക്കാൻ. എന്നിട്ട് നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ ആയി വന്നിട്ടുണ്ട്, നല്ലോണം തണുത്തിട്ടുണ്ട്. 1 മണിക്കൂർ തന്നെ കറക്റ്റായിട്ട് വെക്കണേ, അതിൽ കുറവാവാൻ പാടില്ല.
അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് പുറത്തേക്ക് എടുത്തിട്ട് നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ആദ്യം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 സൈഡിലും പൊടി തട്ടുക, എന്നിട്ട് അത് ഒന്ന് പരത്തിയെടുക്കുക. ഈ പ്രാവശ്യം നമ്മൾ പരത്തുമ്പം വല്ലാതെ അങ്ങോട്ട് പ്രസ് ചെയ്ത് പരത്തണ്ട, കുറച്ചൊന്ന് എന്താ പറയുക കട്ടിയിലിരുന്നോട്ടെ, പ്രശ്നമില്ല. കാരണം ഭയങ്കരമായിട്ട് നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ലെയേഴ്സൊക്കെ ഒരുമിച്ചായിട്ട് പോവും. അപ്പോൾ അതാ ഇത്രയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മേലെയും നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും നല്ല കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 സൈഡിൽ നിന്നും ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കുന്ന ഓരോ ലെയറിലും നമ്മൾ ബട്ടർ തേക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിപ്പം ഇങ്ങനെ ചെയ്തിട്ട് പിന്നെയാണ് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം പൊടി തട്ടിയിട്ട് വീണ്ടും ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ പറയുന്നതിനേക്കാളും നിങ്ങൾക്കിത് കാണുമ്പം നല്ലോണം മനസ്സിലാവാൻ മതിയാവും. അപ്പോൾ ഇത് മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ക്ലിംഗ് റാപ്പിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ അടുത്ത ഡോയും ഇതേപോലെ പരത്തിയിട്ട് പൊടി തട്ടി ലെയർ ചെയ്ത് വെക്കുക, ബട്ടറൊക്കെ തേച്ചിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒറ്റൊരെണ്ണാക്കിയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതാകുമ്പോൾ നമ്മളെ പണി പെട്ടെന്ന് കഴിയും. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വലിയ കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ഒറ്റക്കാക്കിയിട്ട് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ പണി കഴിയും. അപ്പോൾ ഇതിലും ഞാൻ ബട്ടറൊക്കെ തേച്ച് പൊടി തട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതും ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക. ഇത് രണ്ടും നമുക്ക് ഇനിയും ഫ്രിഡ്ജിലേക്ക് വെക്കാം. 1 മണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെയാണ് വെക്കേണ്ടത്, ഫ്രീസറിൽ ഒരിക്കലും വെക്കരുത്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് പോകും. അതുകൊണ്ട് താഴെ മാത്രം വെക്കുക. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ 3 പ്രാവശ്യമാണ് ചെയ്തെടുക്കുന്നത്. നമ്മളിത് ലെയർ ചെയ്ത് വെച്ചിട്ട് പിന്നെ പുറത്തെടുത്ത് പരത്തുന്ന സമയത്ത് കുറച്ചൊരു കട്ടിക്ക് തന്നെ ഇരുന്നോട്ടെ. കാരണം ലെയേഴ്സ് തമ്മിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്തതിനൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പം ഇത്തിരി കട്ടിക്ക് തന്നെ ആക്കിയിട്ട് ചെയ്യുക. പിന്നെ അത് സ്ക്വയറിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമുക്കിത് മടക്കുമ്പോഴൊക്കെ നല്ല സുഖമായിട്ടുണ്ടാവുക. അങ്ങനെ ഞാൻ 3ാമത്തെ പ്രാവശ്യവും ഇത് മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറച്ചൊരു വലിയൊരു ഡോ പോലെ തോന്നുന്നുണ്ട്. അതായത് ഭയങ്കര ഉണ്ടായി വന്നിട്ടുണ്ട്. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനത് പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും പരത്തി കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം, പക്ഷേ നേരത്തെ ചെയ്ത പോലെ ലെയർ ചെയ്തിട്ട് വെക്കണ്ട. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ പഫ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഷീറ്റായിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ മുറിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇതിൻ്റെ 4 എൻഡും ഉണ്ടല്ലോ, ആ 4 എൻഡും നല്ലോണം കട്ട് ചെയ്ത് കൊടുക്കണേ. എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കാണ്, ഞാനത് വിട്ടുപോയതാണ് ചെയ്യാനായിട്ട്. ആ 4 എൻഡും നല്ല പോലെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ലെയേഴ്സ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇത് എന്താ പ്രശ്നം പറ്റിയെച്ചാൽ അവിടെ ഇങ്ങനെ കൂടി നിൽക്കല്ലേ, അപ്പം പുറത്തുനിന്ന് നോക്കുമ്പം ലെയർ വല്ലാതെ കാണുന്നില്ലേനോ ഞാൻ ആക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, 4 സൈഡും നല്ല പോലെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമുക്കത് കുറച്ചും കൂടെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മുടെ പഫ്സ് എത്രയാണോ സൈസ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തത് 2 ഷീറ്റല്ലേ, 1-ന്ന് 4 ഷീറ്റാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക ഈ ഒരു സൈസുള്ളത്. അപ്പോൾ അതിങ്ങനെ ഒന്നിൻ്റെ മേലെ കുറച്ച് പൊടി തട്ടിയിട്ട് അടുത്ത ഷീറ്റ് വെച്ച് കൊടുക്കുക, പിന്നെ പൊടി തട്ടുക, അടുത്ത ഷീറ്റ് വെക്കുക. അങ്ങനെ മേലെ മേലെ ആയിട്ട് വെച്ചിട്ട് നമുക്ക് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിൽ ഒരു 30 മിനിറ്റോളം വെച്ചാൽ തന്നെ മതിയാവും. അപ്പോഴത്തേനും ഇത് നല്ല കട്ടിയായിട്ട് വരും. പിന്നെ നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ പുറത്തേക്ക് എടുത്തിട്ട് വെച്ചാൽ മതി. ഇനി ഞാൻ ഇതിനുള്ള മസാല റെഡിയാക്കാണ്. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ആദ്യം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ഞാൻ ഒരു കുഞ്ഞ് കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ടേബിൾ സ്പൂണിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. എന്നിട്ടത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വല്യുള്ളി ചേർത്ത് കൊടുക്കാം. 3 വല്യുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു മീഡിയം സൈസുള്ള ഉള്ളിയാണിത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തേണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തേണ്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇപ്പം ഇനി നമുക്ക് നോക്കിയിട്ട് ചേർക്കാമല്ലോ.
ഉള്ളി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പഫ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ കാണൽ നല്ലോണം കുക്കായിട്ടുള്ള ഉള്ളിയല്ലേ, അപ്പോൾ അതുപോലെ തന്നെ നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ മുട്ട പുഴുങ്ങാനായിട്ടും വെച്ചിട്ടുണ്ട്, നല്ല ഹാർഡ് ബോയിൽ ആയിട്ട് വരുന്ന മുട്ട. അപ്പോൾ ഒരു 5-6 അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ മുട്ട റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഇതിൽക്കായിട്ട് ഞാൻ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. എരിവിനായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടേനി, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ആ ഉള്ളി നല്ലോണം കുക്കായിട്ട് വരണം. ഇനിയിപ്പോൾ ഇത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനും പറ്റും. ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതിയെ, കൂടി പോവരുത്. പിന്നെ മല്ലിയിലയും കറിവേപ്പിൻ്റെലയും മുറിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പഫ്സിൻ്റെ പേസ്ട്രി ഉണ്ടല്ലോ, അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇത്തിരി സമയം ഒന്ന് പുറത്ത് വെച്ചേണേ, ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം ഇത് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അത് കൈകൊണ്ട് വെറുതെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമ്മൾ ആക്കിയിട്ടുള്ള ആ മസാല വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലായിട്ട് ഒരു മുട്ടൻ്റെ പകുതിയും വെച്ച് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. വേറെയും പല മോഡലിലും നമുക്കിത് ചെയ്യാം കേട്ടോ. അങ്ങനെ 4 സൈഡും ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അവിടെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ നമ്മുടെ പഫ്സ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 സൈഡും കട്ട് ചെയ്ത് കൊടുക്കണമെന്ന്. ഇതിങ്ങനെ ബേക്കായി വരുമ്പം ആ ലെയേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ ഒന്ന് കൈകൊണ്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഉള്ളിൽ മസാല വെക്കുക, പിന്നെ മേലെ മുട്ട വെക്കുക, എന്നിട്ട് 4 സൈഡിൽ നിന്നും ഇതുപോലെ മടക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ പഫ്സ് എല്ലാം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കുക്കറിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, ബാക്കിയെല്ലാം അവനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതിൽ വെച്ചാൽ നന്നാവുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു പ്ലേറ്റിൻ്റെ മേലെ ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽക്കായിട്ട് ഒരു പഫ്സ് വെച്ചതിന് ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് വെക്കാം. ബേക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്, എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ 4 പഫ്സേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അവനിൽ വെക്കാനുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ആ പഫ്സിൻ്റെ പുറമേയുള്ളൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഉണ്ടല്ലോ, അത് ആവാൻ വേണ്ടിയിട്ടാണ്, നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. ഇനിയിപ്പോൾ മുട്ടയല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാലോ ബട്ടറോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ ഇതിനായിട്ട് യൂസ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതാ കുക്കർ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സ്റ്റീൽ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുക്കർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോസ് പാനിലും ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള നമ്മൾ 8 പഫ്സിനുള്ള ഷീറ്റ് റെഡിയാക്കിയണല്ലോ, 4 ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നു കേട്ടോ, അതിന് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനി ഈ കുക്കറിൻ്റെ ഉള്ളിലേക്കായിട്ട് ആദ്യം ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡോ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ വേണം നമ്മുടെ പഫ്സ് ഇരിക്കാനായിട്ട്. കേക്ക് ബേക്ക് ചെയ്യൂലേ അതേപോലെ തന്നെ. ഇനി കുക്കർ വിസിൽ ഊരിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. പിന്നെ അതിന് ശേഷം ഞാൻ പഫ്സും വെച്ചിട്ടുണ്ട്, അതായത് അവനിലേക്കുള്ള പഫ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ ഞാൻ ഒരു 220 ഡിഗ്രിയിലിട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേനി. എന്നിട്ടാണ് നമ്മുടെ പഫ്സ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് 220 ഡിഗ്രിയിലിട്ടിട്ട് 20 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. എൻ്റെ ഇത് 40G അവനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മേലെയും താഴെയുള്ള കോയിൽ വറുക്കാവുന്ന തരത്തിലാണ് ഇത് വെച്ചിട്ടുള്ളത്. നിങ്ങളെടുത്ത് മറ്റേ അവനാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റോളം 200 ഡിഗ്രിയിലിട്ടിട്ട് ചെയ്തെടുക്കുക. 20 മിനിറ്റ് ചെയ്യുക, എന്നിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടൊന്നും ആവശ്യമില്ല, താഴ്ഭാഗത്തുനിന്നും ഹീറ്റ് വരുന്നതുകൊണ്ട് നല്ലോണം ബേക്കായിട്ട് തന്നെ കിട്ടും. നടുവിലായിട്ട് വെച്ച് കൊടുക്കണേ ആ ട്രേ, അല്ലെങ്കിൽ താഴത്താണെന്നുണ്ടെങ്കിൽ താഴ്ഭാഗം പെട്ടെന്ന് തന്നെ മൊരിഞ്ഞിട്ട് വരും, മേലാവില്ല. അതുകൊണ്ട് നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ പഫ്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് കളർ വരാഞ്ഞപ്പോൾ ഇത്തിരിയും കൂടെ ഹീറ്റ് കൂട്ടിയിട്ട് കുറച്ച് സമയം കൂടെ ഒരു 2 മിനിറ്റും കൂടെ വെച്ച് കൊടുത്ത് അതിൽ മേൽഭാഗം കുറച്ചൊന്ന് നല്ലൊരു ബ്രൗൺ കളറായിപ്പോയി.
ഇനി നമുക്കിതിൻ്റെ മേലേക്കായിട്ട് കുറച്ച് ബട്ടർ ഒന്നാക്കി കൊടുക്കാം. ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ഗ്ലേസിങ് കിട്ടാനും പിന്നെ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ടാണ് എല്ലാത്തിൻ്റെ മേലെ ആക്കി കൊടുക്കണേ. അതുപോലെ നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ളതും ഞാനൊരു 20-25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പം നമ്മുടെ ഫ്ലെയിമിൻ്റെ ഹീറ്റിനനുസരിച്ചിട്ടൊക്കെ ഇതിൽ വ്യത്യാസം വരുമേ, അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യം സിമ്മിലിട്ടിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടും കളർ ചേഞ്ച് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയും ഞാൻ കുറച്ച് ബട്ടറാക്കി കൊടുക്കുകയാണ്. മറ്റേ പഫ്സിനെ വെച്ച് നോക്കുമ്പം ഇത് വല്ലാതെ അങ്ങോട്ട് കളറായിട്ടില്ല. അതായത് സൈഡിലൊന്നും അങ്ങനെ ഭയങ്കര കളർ ചേഞ്ച് വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ അടിപൊളി പഫ്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കട്ട് ചെയ്തതിൻ്റെ പ്രശ്നം എന്ന്. ഈ സൈഡ് നല്ല ലെയർ കാണുന്നില്ലേ, ഈ സൈഡിലാണെങ്കിൽ ലെയർ ഇല്ല. അത് ഞാൻ അവിടെ കട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും കട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റുള്ള പഫ്സാണ്. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഉള്ളിലൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്, പിന്നെ ലെയേഴ്സും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം. മസാല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ പൊടികളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അന്ന് തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള പഫ്സേനി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പഫ്സ് പേസ്ട്രി വെച്ചിട്ട് വീണ്ടും ഞാനൊന്ന് ഉണ്ടാക്കിയെടുത്ത് ആ ഒരു പഫ്സാണ് ഇതെല്ലാം. അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ചു തരാം ഇത് എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ള. മേൽഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ താഴത്തെ ആ സൈഡും അടിപൊളിയായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ തൊട്ട് നോക്കാം. അപ്പോൾ ക്രിസ്പി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ലെയേഴ്സൊക്കെ നല്ല പോലെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുമല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ, അതേപോലെ തന്നെയാണ് നിൽക്കണേ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ പഫ്സ് പേസ്ട്രി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് ബേക്ക് ചെയ്തിട്ട് കഴിക്കാനായിട്ട് പറ്റും. വിശ്വസിച്ച് തന്നെ കഴിക്കാമല്ലോ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട്. ഇതാണ് നമ്മുടെ ആ പഫ്സ് കട്ട് ചെയ്തപ്പോഴുള്ള ആ ഒരു സീൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്